നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനാണ് ഭാര്യയുടെ മേൽ അധികാരം. ഭർത്താവിന്റെ വാക്കുകളാണ് അവൾ അനുസരിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നാലാള് കാണുക താലിയൊക്കെ കെട്ടി മുറുക്കി ഭാര്യയാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നേ? മുത്തശ്ശിക്ക് വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓ, ഒന്നുമില്ല. നീ എന്നെ സ്വന്തം മുത്തശ്ശിയായിട്ട് ഏറ്റെടുത്തതിൽ പിന്നെ മുത്തശ്ശിക്ക് ഒരു ആരോഗ്യം കൂടെ വന്നിട്ടുണ്ട്. വർഷമോളെ, വർഷമോളെ, ഇങ്ങോട്ട് വാ. ദേ വിക്രം വന്നിരിക്കുന്നു. വർഷൻ, നിക്ക്, ഞാനിപ്പോ വരാൻ ചേച്ചി. നിക്ക് വർഷൻ. ദൈവമേ, എല്ലാ കാര്യങ്ങളും വർഷയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള നല്ലൊരു അവസരമാണല്ലോ നഷ്ടമായത്. ഇനി ഞാൻ എന്ത് ചെയ്യും? വിക്രമേട്ട വന്നിട്ട് കുറെ നേരമായോ? കുറച്ചേരായി. വന്ദന ചേച്ചിയുടെ മുറിയിലാണെന്ന് അറിഞ്ഞു. എന്തായിരുന്നു ചേച്ചിയായിട്ടുള്ള ചർച്ച? വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്നതല്ലേ, ചേച്ചിയായിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹായ് വന്ദനച്ചി. ഞാൻ വന്നതുകൊണ്ട് അനിയത്തിയായിട്ടുള്ള വിശേഷം പറിച്ചിൽ ബ്രേക്ക് ആയെങ്കിൽ ക്ഷമിക്കണം. അത് സാരല്ല. എന്റെ വർഷം നീ എന്ത് പണിയാ കാണിച്ചത്? ബിസിനസിന്റെ കാര്യത്തിൽ കുട്ടികളെ കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഏൽപ്പിച്ച ജോലിയിൽ ഉത്തരവാദിത്തം കാണിക്കാതെ വീട്ടിൽ വന്നുള്ള വിശേഷം പറച്ചില് അത്ര നല്ല ശീലമല്ല. അതിനി എന്തിന്റെ പേരിലാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാ. നിങ്ങൾ ഏൽപ്പിച്ച ജോലി അവള് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ എന്റെ കണ്ണിപ്പെട്ടത്. ഞാൻ നിർബന്ധിച്ച് വിളിച്ചതുകൊണ്ടാ അവൾ ഇങ്ങോട്ട് വന്നത്. ചേച്ചി പറയുന്നത് അനുസരിക്കണമെന്നതും അനിയത്തിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെടും. അത് വിവാഹത്തിന് മുമ്പുള്ള കാര്യം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനാണ് ഭാര്യയുടെ മേൽ അധികാരം. ഭർത്താവിന്റെ വാക്കുകളാണ് അവൾ അനുസരിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നാലാള് കാണുക താലിയൊക്കെ കെട്ടി മുറുക്കി ഭാര്യയാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നേ? താലി കെട്ടി എന്ന് വെച്ച് പെണ്ണ് ആരുടെയും അടിമയൊന്നും ആവുന്നില്ല. അടിമയാക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഭാര്യയുടെ ഭാവി ജീവിതത്തിന് വളരെ ഗുണകരമാകുന്ന ഒരു ചുമതലയെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ. മോനെ വിക്രം, നിർത്ത്. ഇങ്ങോട്ടിരിക്കെ. മുത്തശ്ശി പറയട്ടെ, ഇങ്ങോട്ടിരിക്കെ. വിക്രമിന്റെ വന്ദനയുടെ സ്വന്തം മുത്തശ്ശിയാ ഞാൻ. ആ അധികാരം വെച്ച് പറയുക. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ വഴക്കടിക്കാനാണോ ഭാവം? മുത്തശ്ശി, വഴക്കടിക്കാനൊന്നും അല്ല ഞാൻ വന്നത്. വളരെ നേരം കാത്തുനിന്ന് മുഷിഞ്ഞ് പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നൊരു കസ്റ്റമർ വിളിച്ച് പരാതി പറഞ്ഞിരിക്കുന്നു. വി ഫാർമയുടെ പ്രോഡക്റ്റ് ബുക്ക് ചെയ്താലും സമയത്തും കാലത്ത് കിട്ടാൻ പോകുന്നില്ല എന്നൊരു പ്രചരണം ഉണ്ടാവില്ലേ? അത് ബിസിനസിനെ പ്രതികൂലമായി ബാധിക്കില്ലേ? വന്ദന ചേച്ചി വർഷയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുവന്നാണെങ്കിൽ ചേച്ചിയും തെറ്റുകാരിയാണെന്ന് ഞാൻ തറപ്പിച്ചു പറയും. ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് വഴിമാറാൻ പാടില്ല. മോനെ,
നീ പറയുന്നത് 100% ശരിയാ. ബിസിനസ്സുകാരൻ ബിസിനസ്സുകാരന്റെ കെട്ടുറപ്പാണ് നോക്കേണ്ടത്. ആ വന്ദന ചേച്ചി തർക്കം ഒച്ചയൊന്നും ഉണ്ടാക്കുന്ന രീതിക്കാരി ആയിരുന്നില്ലല്ലോ. ഇപ്പൊ ഇത് എന്തു പറ്റി? വന്ദനേച്ചിയും വർഷയും തമ്മില് 2 ശരീരവും ഒരു മനസ്സുമായിട്ട് ഇവിടെ കഴിഞ്ഞിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്ട്സാ ഈ കാണുന്നതൊക്കെ. നിനക്കെന്താ ഒന്നും പറയാനില്ലേ വന്ദനെ? അച്ഛമ്മേ, ഹരിത ഗർഭിണിയാണെന്ന വിശേഷം വർഷ അറിഞ്ഞതാണല്ലോ. ഈ വീട്ടിൽ വന്ന് നാത്തൂനെ ഒന്ന് കാണേണ്ട ഉത്തരവാദിത്തം വർഷിക്കൂലേ? ആ ഒരു കാര്യം മുന്നിൽ കണ്ടോണ്ടാ ഞാനിവിടെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടു വന്നത്. അത് തെറ്റായി പോയെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം പിൻവലിച്ചിരിക്കുന്നു. ഞാനെല്ലാം കേട്ടു. തൽക്കാലത്തേക്കെങ്കിലും ഇപ്പൊ നടന്നതെല്ലാം വിക്രം ക്ഷമിച്ചേക്ക്. അയ്യോ അമ്മേ, എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ വീട്ടിലൊരു അംഗമല്ലേ. വിക്രം വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഊണ് കഴിച്ചിട്ട് പോയാ മതി. എന്താ മോനെ? അമ്മ എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കാം. വിക്രം, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഒന്ന് വരൂ. വരൂ പ്ലീസ്. അമ്മ ഊണ് കഴിക്കാറായി. അമ്മേ ഞാൻ വരുന്നു. വാ. വാ. എന്താ എത്ര സ്വകാര്യമായി പറയാനുള്ള കാര്യം? ചേച്ചി പറയ്. മുഖവുരില്ലാതെ തന്നെ പറയാം. എനിക്ക് സംസാരിക്കാനുള്ളത് വിക്രം ഇപ്പം നടത്തുന്ന ബിസിനസിനെ കുറിച്ചാ. ഇത് പറയാനാണ് ഈ ഒളിവും മറയൊക്കെ. എന്റെ ചേച്ചി, എന്റെ ബിസിനസ് ആയുർവേദ മരുന്ന് കച്ചവടമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ആയുർവേദ മരുന്നുകളുടെ മറവിൽ നിങ്ങൾ എന്താണ് ബിസിനസ് ചെയ്യുന്നതെന്ന് എനിക്കറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. തമാശ. വന്ദന ചേച്ചിയുടെ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കേട്ടൊന്ന് പൊട്ടിച്ചിരിച്ചില്ലെങ്കിലേ വന്ദന ചേച്ചിക്ക് സങ്കടമായല്ലോ. നിർത്ത്. ഈ ചിരിക്കുന്ന കൊലച്ചിരി ഒന്ന് നിർത്താനാ പറഞ്ഞത്. വന്ദന ഒരു കാര്യം പറയുന്നത് ഊഹാപോഹം വെച്ചല്ല, വ്യക്തമായ തെളിവുകൾ വെച്ചിട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.